നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനെ സച്ചേട്ടന്റെയും സന്ദീപിന്റെയും കുഞ്ഞുങ്ങളെ എടുത്താ മതിയോ? സ്വന്തമായിട്ടൊന്ന് വേണ്ടേ? സന്ദീപിന്റെ സച്ചിയുടെയും ഭാര്യമാരെ പോലെ അല്ലല്ലോ എനിക്ക് കിട്ടിയ ഭാര്യ. ഇല്ലെങ്കിൽ എനിക്ക് ചിലപ്പോ എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മകളായിട്ട് ഇവരീ മോളെ എപ്പോഴേ അംഗീകരിച്ചു. കൊച്ചുമകളായിട്ട് ഞാനും. നിന്റെ സ്നേഹമോ അംഗീകാരമോ ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. നാളെ വേറൊരുത്തന്റെ കുടുംബത്തിൽ ചെന്ന് കയറി ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടവളാ നീ. അതോർത്താൽ നല്ലത്. അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കാവക്ക്. സാരമില്ല അച്ഛാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവൾ എന്റെ മോള് തന്നെ. മോള് കുഞ്ഞിനെ അകത്തുകൊണ്ടേ കിടത്ത്. മോളെ, നിന്റെ സന്തോഷത്തെക്കാൾ വലുതായി അച്ഛന് ഈ വീട്ടിൽ വേറെ ഒന്നുമില്ല. മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, അച്ഛനുണ്ട് കൂടെ. നീ വിഷമിക്കണ്ട. ഇതിനു വേണ്ടത് എന്താണെന്ന് അച്ഛനറിയാം. അത് ചെയ്യാൻ തന്നെ എന്റെ തീരുമാനം. അതിനെ കുത്തി നോവിക്കാൻ ഇനി അച്ഛൻ ആരെയും അനുവദിക്കില്ല. ആഹാ, സച്ചേട്ടൻ വലിയ ഷോപ്പിംഗ് നടത്തിയ ലക്ഷണമുണ്ടല്ലോ. ഇതിൽ ഞങ്ങൾക്കുള്ള ഒന്നുമില്ല, മോക്ക് വേണ്ട സാധനങ്ങളല്ല. ചേർച്ചയൊന്ന് നോക്കണ്ടേട്ടത്തി, മോക്കെല്ലാം പാകമാണോന്ന് നോക്കിയാ മതി. കൊതുക് വല വാങ്ങാൻ മറന്നു തോന്നുന്നു. സച്ചേട്ടാ, കൊതുക് വല വാങ്ങിയില്ലേ? അയ്യോ, അത് വാങ്ങാൻ താൻ പറഞ്ഞില്ലല്ലോ. താൻ പറഞ്ഞതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഷടാ, എങ്കിലും അതിന്റെ കാര്യം മറന്നുപോയല്ലോ. ഇനി അത് ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ഒരെണ്ണം തരാം. ഞങ്ങള് മൂക്ക് വാങ്ങിയത് കൂടാതെ ഒരെണ്ണം അച്ഛനും അമ്മയും വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം. അപ്പോ കൊതുക് വലയ്ക്ക് ഒരു തീരുമാനമായി. അല്ല ഏട്ടത്തി, ഇവിടെ അങ്ങനെ കൊതുകൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ കൊതുകുവല? കൊതുകിന്റെ കാര്യം മാത്രമല്ലടി, കുഞ്ഞുറങ്ങുമ്പോ ഒരു പ്രാണിയും വന്ന് ശല്യപ്പെടുത്താതിരിക്കാനും വേണ്ടിയാ. അനകെ, നിനക്ക് കുഞ്ഞുങ്ങളെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും ദേ ഇവിടെ ചോദിച്ചാ മതി. ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് അല്ലേ ഇവിടെ ഇരിക്കുന്നത്. പോ സച്ചേട്ടാ, കളിയാക്കാതെ. മൂക്ക് ചെറിയമ്മയുടെ ആദ്യത്തെ സമ്മാനം. ഓ ഓ ഓ ആ ഓ ചേച്ചിയുടെ വിഷമം കണ്ടിട്ട് ഈശ്വരനായിട്ട് തന്നതാ ഇവളെ. പിന്നെ ഒരു പരിധിവരെ ഞാനും വിഷമങ്ങൾക്ക് കാരണമായിരുന്നല്ലോ. അതൊക്കെ നീ വിട്ടേക്ക്. മാലു ഈ മോളും ഒരുമിച്ച് തന്നെ വീട്ടിൽ വളരണം.
എന്റേത് ചേച്ചിയുടേതെന്ന വ്യത്യാസമില്ലാതെ. ദാ, ഞാനായിട്ട് ഇനി കുറയ്ക്കുന്നില്ല. കണ്ണി കണ്ടതൊക്കെ വാങ്ങി. ഇതൊന്നും വാങ്ങി ശീലമില്ലാത്തോണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. വാ ഉമ്മ. എനിക്ക് കുഞ്ഞുങ്ങളെ എടുത്ത് പരിചയമൊന്നുമില്ല. ഇനിയിപ്പോ എപ്പോഴും എടുക്കാലോ. അല്ല നന്ദേട്ടാ, ഇങ്ങനെ സച്ചിയേട്ടന്റെയും സന്ദീപിന്റെയും കുഞ്ഞുങ്ങളെ എടുത്താ മതിയോ? സ്വന്തമായിട്ടൊന്ന് വേണ്ടേ? സന്ദീപിന്റെ സച്ചിയുടെയും ഭാര്യമാരെ പോലെ അല്ലല്ലോ എനിക്ക് കിട്ടിയ ഭാര്യ. അതൊരു സ്പെഷ്യലാ. അത്രയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ അനഘ പറഞ്ഞു ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. അതിനു പകരമായി എനിക്കിപ്പോ 2 മക്കളെ തന്നില്ല ഈശ്വരൻ. ഈ 2 മക്കളുടെ വല്യച്ഛനായി ഞാൻ ജീവിച്ചോളാം. വല്യച്ഛനായിട്ട് നിന്ന് അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ എനിക്കാവും. ആ സന്തോഷം മതി എനിക്ക്. നിന്നോട് പറഞ്ഞല്ല ഞാൻ കേട്ടു. നെല്ലിശ്ശേരി വീടിന്റെ ദുരവസ്ഥ. അല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ? സ്വന്തം രക്തത്തിലുണ്ടായ മക്കളെക്കാൾ അവകാശം മരുമോളുടെ ദത്തുപുത്രിക്ക്. അതും ഈ വീട്ടിലെ ഡ്രൈവറുടെ കുഞ്ഞ്. കഷ്ടമാ നിങ്ങളുടെയൊക്കെ കാര്യം. അച്ഛൻ മാത്രമല്ലല്ലോ, എന്റെ ആങ്ങളമാരും ആ നശിച്ച സന്തതിയെ നെല്ലിശ്ശേരിയിലെ കുഞ്ഞായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. കണ്ടില്ലേ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നത്? നന്ദേട്ടന്റെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? എന്താ സംശയം? നന്ദേട്ടന് എങ്ങനെയാ ആ കുഞ്ഞിനെ അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവാത്തെ. എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കാനും വിശ്വസിപ്പിക്കാനും മിടുക്കിയാണല്ലോ അർച്ചന. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതിന്റെ പേരിലാണ് അച്ഛനെ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലേ 100% സന്തോഷത്തോടു കൂടെ ഞാനത് സമ്മതിക്കുമായിരുന്നു. സ്വന്തമായിട്ടൊരു കുഞ്ഞ്. നിന്റെ ഏട്ടനെ കൊണ്ട് ഈ ജന്മത്തത് നടക്കില്ല. നടക്കാഞ്ഞിട്ടാണോ അതോ ഏട്ടൻ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ? ആങ്ങളെയായി പോയില്ലേ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കുമായിരുന്നു. മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുന്നത് തന്നെയാ, അല്ലാതെന്താ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.